ഇസ്രയേലും ലെബനോണും തമ്മിലുള്ള വെടിനിർത്തൽ ആരംഭിച്ചു. 10 ദിവസത്തേക്കാണ് വെടിനിർത്തൽ. തെക്കൻ ലെബനോണിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മെറിൻ, ഈ വെടിനിർത്തൽ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സൈന്യത്തെ പിൻവലിക്കില്ല തെക്കൻ ലെബനോണിൽ നിന്ന് എന്ന് ഇസ്രയേൽ പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സൈന്യം തുടരും, പക്ഷേ ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്നാണോ? ഗുഡ് മോർണിംഗ് ദിൽന ആൻഡ് അനൂപ്. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 10 ദിവസത്തേക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ വന്നിരിക്കുന്നത്. ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഈ വെടിനിർത്തലിനെ കുറിച്ച് അറിയിച്ചത്. അതായത് 10 ദിവസത്തേക്ക് ഇരുവരും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും ലെബനീസ് പ്രസിഡന്റുമായും താൻ സംസാരിച്ചെന്നും വളരെ മനോഹരമായ സംഭാഷണം ഇരുവരും തമ്മിൽ നടത്തിയെന്നും തന്നെയാണ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതുപ്രകാരം തെക്കൻ ലെബനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ല. അതേസമയം ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ലിഥാനി നദിയുടെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോകരുതെന്ന് ലെബനീസ് നിവാസികൾക്ക് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം തെക്കൻ മേഖലകളിൽ തെക്കൻ ലെബനനിൽ തുടരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇരു നേതാക്കളുമായും വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരെയും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ ചർച്ചകളെ ആശ്രയിച്ച് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ കരാറിനെ ആശ്രയിച്ചാകും ഇറാൻ അമേരിക്ക വെടിനിർത്തലിന്റെ ഭാവി എന്നതും വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വെടിനിർത്തൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. 1993 ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലും അതുപോലെ തന്നെ ലെബനനും വാഷിംഗ്ടണിൽ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കരാർ നിലവിൽ വന്നതായി ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചതും. ട്രംപിന്റെ അവകാശവാദം ഇങ്ങനെയായിരുന്നു: ലോകത്തെ 9 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു, താൻ അവസാനിപ്പിച്ച 10ാമത്തെ യുദ്ധമാണ് ഇത് എന്നുള്ള അവകാശവാദത്തോടുകൂടെ തന്നെയാണ് ഈ വെടിനിർത്തലിനെ കുറിച്ച് ട്രംപ് ലോകത്തെ അറിയിച്ചത്. എന്തായാലും 10 ദിവസത്തേക്കുള്ള ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഈ വെടിനിർത്തലിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇറാൻ അമേരിക്ക ചർച്ചകളുടെ ഭാവി എന്നതും ശ്രദ്ധേയമാണ്. ദിൽന, അനൂപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.